പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം. ഫെബ്രുവരി മാസം തൊട്ടല്ലേ സാർ ഇതിനെക്കുറിച്ചുള്ള മുൻകരുതലൊക്കെ തുടങ്ങേണ്ടത്? ഫെബ്രുവരിയിൽ ഞാനായിരുന്നു മന്ത്രി. ഫെബ്രുവരി മുതൽ ഒന്നും നടത്തിയില്ല സാർ. ഒരു രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തിയില്ല. എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. നിപ്പ പോലെ ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ കേരളത്തിൽ ബാധിക്കുന്നു. വവ്വാലാണത്രേ അത് പരത്തുന്നത്. കെ കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ചപ്പോൾ നാട്ടിൽ വവ്വാൽ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ വവ്വാൽ രോഗം പരത്താൻ കാരണം ഭരിക്കുന്നവർ ശരിയല്ലാത്തത് കൊണ്ടാണ്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് സഭയിൽ പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരനും പ്രതിപക്ഷ MLA PA മുഹമ്മദ് റിയാസും തമ്മിൽ നടന്ന വാക്പോരിലെ ചില ഭാഗങ്ങളാണിത്. ഏതായാലും ഇന്ന് കൃത്യമായിട്ട് റിയാസിൻ്റെ പല ആരോപണങ്ങൾക്കും കൃത്യമായി മറുപടി നൽകുന്ന ആരോഗ്യമന്ത്രി അദ്ദേഹത്തെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത്. 101 വലുതാണ് 35 എന്നുള്ളത് ഇനി തെളിയിക്കാൻ പോകുന്ന നാളുകളായിരിക്കും വരാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് MLA റിയാസ് വീരവാദം മുടക്കി 1 മാസമായി വരികയായിരുന്നു. പക്ഷേ റിയാസിന് ഒരു സെക്കൻഡ് കൊണ്ടാണ് കെ മുരളീധരൻ അടിച്ചൊതുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒറ്റ ഡയലോഗിൽ റിയാസ് വീണു. അതായത് ആരോഗ്യ മേഖലയെ പകർച്ചവ്യാധി തടയുന്നതിൽ ഇപ്പോഴത്തെ ആരോഗ്യ മേഖല പൂർണ്ണ പരാജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല കണക്കുകളും നിരത്തിക്കൊണ്ടാണ് ഇന്ന് മുഹമ്മദ് റിയാസ് സഭയിൽ ആഞ്ഞടിച്ചത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, കണക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹം ഇരുന്നപ്പോൾ കെ മുരളീധരൻ പറഞ്ഞത് 10 വർഷത്തെ റീൽസും 5 വർഷത്തെ വീണ വീട്ടിലും മാത്രമാണ് ആരോഗ്യവകുപ്പ് നേരിട്ടിരുന്ന പ്രശ്നമെന്നായിരുന്നു മുരളീധരൻ്റെ ആദ്യത്തെ മറുപടി. ഇത് കൊള്ളേണ്ടടുത്ത് കൃത്യമായി തന്നെ കൊണ്ടിട്ടുണ്ട്. കാരണം ഈ 5 വർഷക്കാലത്ത് ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജ് കാണിച്ചു കൂട്ടിയതൊക്കെ തന്നെ കേരളം കണ്ടതാണ്. അതോടുകൂടി തന്നെ ഭരണപക്ഷത്ത് നിറഞ്ഞ കയ്യടികളാണ് ലഭിച്ചത്. ഇന്ന് റിയാസ് കെ മുരളീധരൻ്റെ മുൻപത്തെ ഒരു പ്രസംഗം എടുത്തുകൊണ്ട് അതിലെ ചില ഭാഗങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു റിയാസ് MLA അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇന്ന് ആരംഭിച്ചത് തന്നെ. ഒപ്പം ആരോഗ്യവകുപ്പിൽ കെടുകാര്യസ്ഥതയാണ് നടക്കുന്നതെന്നും ഒരു സർക്കാരിനെ വിലയിരുത്താൻ 35 ദിവസം മതിയാകില്ല, എന്നാൽ ഒരു സർക്കാർ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത് തിരിച്ചറിയാൻ ഇത്രയും ദിവസം ധാരാളമാണ്. പകർച്ചവ്യാധി വരുന്നത് ഏതെങ്കിലും ഒരു മുന്നണി ഭരിക്കുന്നത് കൊണ്ടാണെന്ന് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ കാഴ്ചപ്പാടല്ല ഞങ്ങൾക്ക്. ആരോഗ്യ മേഖലയിലെ കേരള മോഡൽ ലോകമാകെ അംഗീകരിച്ചതാണ്. എന്നാൽ അത് കൈവിടുന്നുവെന്നാണ് ഈ 35 ദിവസത്തെ UDF സർക്കാരിൻ്റെ ഇടപെടലിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് അനുവദിക്കാൻ പറ്റില്ല. 2ാം LDF സർക്കാർ അധികാരമേറ്റ ആദ്യ മാസം കോവിഡ് കാലമായിരുന്നു. ജീവൻ രക്ഷിക്കാനുള്ള പോരാട്ടമായിരുന്നു ആ സർക്കാരിൻ്റെ ആദ്യ മാസം. എന്നാൽ ഇപ്പോഴത്തെ UDF സർക്കാരിൻ്റെ ആദ്യ മാസം പലരുടെയും മാനം രക്ഷിക്കാനുള്ള പോരാട്ടമാണ്. നിപ, എംബോള, ഷിഗല്ല, മലേറിയ തുടങ്ങിയ മാരക രോഗങ്ങളാണ് കേരളത്തിൽ സ്ഥിരീകരിക്കപ്പെടുന്നത്. പകർച്ചവ്യാധികൾ തടയുന്നതിൽ സർക്കാരിൻ്റെ കാഴ്ചപ്പാടും പ്രധാനമാണ്. ഭരിക്കുന്നവർ ശരിയല്ലാത്തതുകൊണ്ടാണ് കേരളത്തിൽ രോഗം പടരുന്നതെന്നാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി മുമ്പ് പറഞ്ഞത്. ഇതുപോലെ ദീർഘവീക്ഷണമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ലോകത്തില്ല. ആരോഗ്യവകുപ്പിൽ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നതിലെ തിരക്കിലാണ് ഭരണകക്ഷിയിലെ പലരും. സ്ഥലം മാറ്റത്തിലെ കൊയ്ത്തുകാലം തിരിച്ചു വരികയാണെന്നാണ് നാട്ടു സംസ്കാരം. ആരോഗ്യവകുപ്പിൽ കസേരക്കളിയാണ്. UDFിലെ തമ്മിൽ തല്ല് കാരണം കോഴിക്കോട് മന്ത്രിയില്ല. ഒരു DMO എങ്കിലും നൽകണം. ആരോഗ്യവകുപ്പിന് മറ്റു വകുപ്പുകളുമായി ഏകോപനമില്ല. ചികിത്സാ പിഴവുകളുടെയും അനാസ്ഥയുടെയും പരമ്പരയാണ്. മന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനെ നിപയേക്കാൾ ഭയക്കണം. ഭരണകക്ഷി MLAമാർക്ക് ഇത് അറിയാം. മുഖ്യമന്ത്രി ഇടപെടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് റിയാസ് ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞത്. 101 വലുതാണ് 35 നിയമസഭയിൽ തെളിയിക്കാൻ പോകുന്ന നാളുകളാണ് ഇനി വരാൻ പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ റിയാസിന്റെ പ്രസംഗം അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രിയായിട്ടുള്ള കെ മുരളീധരൻ ആദ്യം പറഞ്ഞത് അതിനുള്ള മറുപടിയാണ്. അതായത് ഈ 10 വർഷക്കാല റീൽസ് എടുക്കലും അതുപോലെ തന്നെ 5 വർഷക്കാല വീണ വീട്ടലുമാണ് കാണാനായിട്ട് കേരളത്തിൽ സാധിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായിട്ട് അതിനാദ്യം മറുപടി നൽകിയത്. മാത്രമല്ല അദ്ദേഹം റിയാസ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പറയുന്നത്ര ഭീകരമായ അന്തരീക്ഷം കേരളത്തിലും ആരോഗ്യ വകുപ്പിലും ഇല്ലെന്നാണ് കെ മുരളീധരൻ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്.
മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് നിപ രോഗിക്ക് 24 മണിക്കൂറിനുള്ളിൽ റെംഡിസിവിർ എന്നുള്ളൊരു മരുന്ന് എത്തിച്ചു നൽകണം. അത് ബഹ്റൈനിൽ നിന്ന് അദ്ദേഹം ഡൽഹി വഴി അത് എത്തിച്ചു നൽകി ആ രോഗിക്ക് നൽകിയിട്ടുണ്ട്. റിയാസ് മന്ത്രിയായിരുന്ന കാലയളവിൽ ഈ മരുന്ന് ഇന്നേ വരെ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടില്ല. നേരത്തെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് പ്രമേയ അവതാരകൻ പറഞ്ഞത്. അത് ശരിയാണ്, ഫെബ്രുവരിയിലാണ് നടത്തേണ്ടത്. അന്ന് ആരാണ് അധികാരത്തിലിരുന്നതെന്നും ഞാനാണോ മന്ത്രി എന്നും മുരളീധരൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഒപ്പം കസേരക്കളി എന്നുള്ള പറഞ്ഞതിനുള്ള മറുപടി നൽകുന്നുണ്ട്. സിസ്റ്റത്തിനോട് സഹകരിക്കാത്ത ഉദ്യോഗസ്ഥർ കസേരയിൽ ഇരിക്കില്ലെന്നും ആരോഗ്യമന്ത്രി ഇന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയും സ്ഥലമാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ള ഒരു വലിയ തർക്കം, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ഇന്നത്തെ പല പകർച്ചവ്യാധികൾ പകരുന്നതിനെതിരെയുള്ള റിയാസിന്റെ ആഞ്ഞടിക്കലും അതിനുള്ള മറുപടിയുമാണ് ഇന്ന് ഏറെ വിഷയമായത്. എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. നിപ്പ പോലെ ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ കേരളത്തിൽ ബാധിക്കുന്നു. വവ്വാലാണത്രേ അത് പരത്തുന്നത്. കെ കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ചപ്പോൾ നാട്ടിൽ വവ്വാൽ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ വവ്വാൽ രോഗം പരത്താൻ കാരണം ഭരിക്കുന്നവർ ശരിയല്ലാത്തത് കൊണ്ട്. ഈ പറയുന്നത്ര യാതൊരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷവും കേരളത്തിലില്ല, ആരോഗ്യവകുപ്പിലും ഇല്ല. പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം എന്ന് പറയുന്നത്. എന്നാൽ ഈ സർക്കാർ വന്നതിന് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് ഉടനെ തന്നെ അന്വേഷിച്ച് അതിന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിപ ആണ് ഇവിടെ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. സാർ, നിപ ബാധിച്ച് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ എത്ര പേര് കേരളത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് സാർ? ഈ സർക്കാരിൻ്റെ കാലത്ത് ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ആകെ ഒരു കേസാണ് റിപ്പോർട്ട് ചെയ്തത്. ആ കേസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉടൻ തന്നെ അതിനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു. ഇതുവരെ ഒരാൾക്ക് മാത്രമാണ് സാർ പോസിറ്റീവായത്. സമ്പർക്ക പട്ടിക ഞങ്ങൾ തയ്യാറാക്കി, 104 പേരുടെ സമ്പർക്ക പട്ടിക. സാർ, ഈ രോഗിക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ ആദ്യം ശ്രീ റിയാസ് പറഞ്ഞു, മന്ത്രി ഒന്ന് പറഞ്ഞു, ഉദ്യോഗസ്ഥർ വേറെ പറഞ്ഞു. ചില ഉദ്യോഗസ്ഥന്മാർ ഭരണം മാറിയത് അറിയാതെ കഴിഞ്ഞ സർക്കാരിനോട് കൂറ് കാണിക്കുന്ന ചില പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അവരിന്ന് കസാല മാറ്റിയിരുത്തിയിട്ടേ ഉള്ളൂ സാർ. മറ്റൊരു കുഴപ്പമുണ്ടായിട്ടില്ല സാർ. ഈ നിപ രോഗിക്ക് ആദ്യ ദിവസം തന്നെ, കഴിഞ്ഞ 10-ാം തീയതിയാണ് രോഗിയെ അഡ്മിറ്റാക്കുന്നത്. ആദ്യ ദിവസം തന്നെ ചികിത്സാ മരുന്നുകളായ മോണോക്ലോണൽ ആൻറ്റിബോഡി, അതും റിബാവിറിനും, ഈ 2 മരുന്നുകൾ അന്ന് തന്നെ കൊടുത്തു. പിന്നെയുള്ളത് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് റെംഡിസിവിർ എന്ന മരുന്നാണ്. അത് സാർ, അങ്ങയുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്, അങ്ങ് മന്ത്രിയായ ആ മന്ത്രിസഭയുടെ കാലം തൊട്ട് ഈ മരുന്ന് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടില്ല സാർ. 24 മണിക്കൂറിനുള്ളിൽ 10-ാം തീയതി റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ ബഹറിൽ നിന്ന് ഡൽഹി വഴി ആ മരുന്ന് കണ്ണൂരിലെത്തിച്ച് അന്ന് രാത്രി തന്നെ രോഗിക്ക് ആദ്യ ഡോസ് കൊടുത്തു. ഇപ്പോൾ അദ്ദേഹം സത്യത്തിൽ ആ രോഗിയെ അവിടെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ 24 മണിക്കൂർ പോലും ആ രോഗി സർവൈവ് ചെയ്യില്ല എന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. ഏതായാലും ഇതുവരെയായിട്ട് കുഴപ്പം കൂടാതെ അദ്ദേഹം വെന്റിലേറ്ററിലാണ്. പക്ഷേ സ്ഥിതി ഗുരുതരമാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ 69ഓളം ടെസ്റ്റ് നടത്തിയത് എല്ലാം നെഗറ്റീവാണ് സാർ. പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഫെബ്രുവരി മാസം തൊട്ടല്ലേ സാർ ഇതിനെക്കുറിച്ചുള്ള മുൻകരുതലൊക്കെ തുടങ്ങേണ്ടത്? ഫെബ്രുവരിയിൽ ആരാ? ഞാനായിരുന്നു മന്ത്രി. ഫെബ്രുവരി മുതൽ ഒന്നും നടത്തിയില്ല സാർ. ഒരു രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തിയില്ല. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടത്തിയില്ല. ഇതെല്ലാം കഴിഞ്ഞ മെയ് മാസത്തിൽ ഞങ്ങളൊക്കെ ചാർജ് എടുത്തപ്പോഴാണ് ഈ രോഗം അപ്പോഴേക്കും വ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ആ വ്യാപനത്തിന് ഒരു പരിധി വരെ തടയാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് പ്രഖ്യാപിച്ച ഡ്രൈഡേ ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ മറുപടിയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹം നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു പ്രസംഗം കാരണമാണ് ഒക്കെ എഴുതി വായിച്ചത്. കാസർഗോഡ് മാത്രമല്ല, ഇതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടില്ല. ഇപ്പോഴാണ് DPC കൂടി ലിസ്റ്റ് തയ്യാറാക്കി സാർ. അത് ഇന്നോ നാളെയായിട്ട് ലിസ്റ്റ് പുറത്തിറക്കും. ഇത് DPC കൂടലേ സാർ, ഇതൊന്നും കൂടിയിട്ടില്ല. ഇത് മാത്രമല്ല, ഏറ്റവും രസകരമായൊരു കാര്യം, മുമ്പ് 4/6/2018 അന്ന് ശ്രീ അനൂപ് ജേക്കബിൻ്റെ ചോദ്യം ഉണ്ടായിരുന്നു. നിപ വൈറസ് ബാധ മൂലം ഈ വർഷം എത്ര പേർ മരണപ്പെട്ടു, എത്ര പേർ ഗുരുതരാവസ്ഥയിലാണെന്ന് അറിയാമോ? നിപ വൈറസ് ബാധ മൂലം ഈ വർഷം സംസ്ഥാനത്ത് 16 പേർ മരണപ്പെട്ടിട്ടുണ്ട്. 2 പേർ ചികിത്സയിലാണ്. എന്നിട്ടാണ് സാർ ഒരു രോഗി
വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗി കാരണം ഇവിടെ എല്ലാ നിപ വ്യാപിച്ചു എന്നുള്ള ദുഷ്പ്രചരണം ഇവിടെ നടത്തുന്നു സാർ. DMOമാരെ വയ്ക്കും. കാരണം ഇതൊക്കെ മുമ്പ് ചെയ്യണ്ടേ സാർ? അധികാരത്തുള്ള കാലത്ത് ഇതുപോലെ ഒന്ന് നോക്കിയോ? ഇതൊന്നും